നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വൈദ്യുതാഘാതം ഏൽക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എർത്തടിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ തികച്ചും വ്യത്യസ്തമായിട്ട് വൈദ്യുതാഘാതത്തിൻ്റെ ആരും അങ്ങനെ പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അഥവാ ഫാക്ട്സ്, അതുപോലെ തന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും നമുക്ക് തോന്നാറുള്ള ചില സംശയങ്ങളുടെ ഉത്തരം കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇലക്ട്രോണിക്സിലോ ഇലക്ട്രിക്കലോ ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹൈ ടെൻഷൻ ലൈനൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കും, ഇതിൻ്റെ എത്ര അടുത്തെത്തിക്കഴിഞ്ഞാൽ കറണ്ട് അടിക്കും, അല്ലെങ്കിൽ ഈ ലൈന് ഒരു പുഴയുടെ തീരത്തൂടെ പോകുന്നെങ്കിൽ ഇത് ഈ പുഴയിലേക്കോ അല്ലെങ്കിൽ കായലിലേക്കോ പൊട്ടി വീണ് കഴിഞ്ഞാൽ അവിടെയുള്ള വെള്ളത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഷോക്ക് അടിക്കുക അല്ലെങ്കിൽ എർത്തടിക്കുക എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ മിനിമം എത്ര വോൾട്ട് എത്ര കറണ്ട് വേണം. എന്തുകൊണ്ടാണ് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും നാക്കത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക പുളി അനുഭവപ്പെടുന്നത്? ഇനി നിങ്ങൾ ഇലക്ട്രിക് ലൈനിലേക്ക് അബദ്ധവശാൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടോ? അടുത്തതായിട്ട് എ സിയിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നതാണോ ഡി സിയിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നതാണോ ഏറ്റവും അപകടം? രണ്ട് രീതിയിലും ഷോക്ക് ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ ചില വീഡിയോയിലെങ്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, കൈ ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക, അതുപോലെ ഫ്യൂസിനും സ്വിച്ചിനും പകരം അതിനിടയ്ക്ക് കൊണ്ടുപോയി കൈ വെച്ചിട്ട് മിക്സി കറക്കുക, മോട്ടോർ കറക്കുക, ഹീറ്റർ പ്രവർത്തിക്കുക. ഇതിനൊക്കെ പിന്നിലുള്ള ഉഡായിപ്പ് എന്താണ്? ചില മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ സിനിമകളിലൂടെ വളരെയധികം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്ര വോൾട്ടാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇതുപോലെയുള്ള കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ മേഖലയിലെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തിനും പഠിക്കണം, ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് വൈദ്യുതാഘാതം. വൈദ്യുതിയുടെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ ഒരു നദി അല്ലെങ്കിൽ ഒരു കെട്ടിവെച്ചൊരു വെള്ളം പോലെയാണ്. ഈ വെള്ളത്തിൻ്റെ ഉയരം കൂടുന്തോറും അതിൻ്റെ പ്രഷർ കൂടും. അതാണ് വോൾട്ടേജ്. ഇപ്പോൾ ഒരു വാട്ടർ ടാങ്ക് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്രമാത്രം ഉയരത്തിലാണ് നിൽക്കുന്നത് അത്രയും പൊട്ടൻഷ്യൽ അതിന് കാണും. ഗ്രൗണ്ട് തമ്മിലുള്ള വ്യത്യാസം, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ടാപ്പ് വയ്ക്കുവാണെങ്കിൽ ആ ടാപ്പിൽ നിന്ന് വരുന്ന ആ പ്രഷർ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഇതേ അവസ്ഥ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ എടുക്കുവാണെങ്കിൽ ഒരു 230 വോൾട്ടിൽ ഉണ്ടാകുന്ന ഇലക്ട്രോണിൻ്റെ പ്രഷർ ആയിരിക്കത്തില്ല ഒരു 12 വോൾട്ടിൽ ഉണ്ടാവുന്നത്, വളരെ കുറവായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളത്തിന് പാസ് ചെയ്ത് പോകാൻ വേണ്ടി ഒരു പാത്ത് വേണം. ആ പാത്താണ് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ്. പൈപ്പിൻ്റെ വണ്ണം കുറവാണെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും, അതായത് കറണ്ട് ഫ്ലോ വളരെ കുറവായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്തിൽ കൂടെ പോകാൻ വേണ്ടിയുള്ള ഒരു പ്രവണത അവിടെ കാണിക്കും. അപ്പോൾ ഇതേ കാര്യം തന്നെ കുറച്ചും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഒരു കനാലിലൂടെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക, നിങ്ങൾ 2 ചാല് കയറുന്നു. ഒരു ചാലിന് ഒരു അല്പം വീതി കുറവാണ്, മറ്റേ ചാലിന് വീതി കൂടുതലാണ്. വെള്ളം എപ്പോഴും സ്വാഭാവികമായിട്ടും പോകാൻ ചാൻസ് ഉള്ളത് ഏതാണ്? ആ പറഞ്ഞ വീതി കൂടിയ ചാലിലൂടെ ആയിരിക്കും. വീതി കുറഞ്ഞ ചാലിലൂടെ വളരെ കുറച്ച് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള പാത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആ ഒരു പാത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളെ ഷോക്ക് അടിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മൾ ബെയറായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറെ ടച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ആ കണ്ടക്ടറിൽ നിന്ന് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ഗ്രൗണ്ടിലേക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ ലൈൻ എർത്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റിലെ ന്യൂട്രൽ എർത്തിങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഫേസ് ലൈനുമായിട്ട് ഒരു സമ്പർക്കം വരുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആകാൻ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ അങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് കംപ്ലീഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുകയായി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഷോക്ക് അടിക്കുമ്പോൾ എന്ന് പറഞ്ഞിങ്ങനെ വിറയ്ക്കുന്നതിൻ്റെ ഒരു കാര്യം, ആ വിറയലോ ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ആ 50 ഹെർട്സ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ്. ഒരു സെക്കൻഡിൽ 50 സൈക്കിളിൽ കിടന്ന് നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നമുക്ക് പറ്റിപ്പോകുന്നത്. ഇനി അതൊരു 1 ഹെർട്സ് ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ഓരോ സെക്കൻഡ് ഇടവിട്ട് ഇതുപോലെ അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടി കാണും ആ വിറയലിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഷോക്ക് അടിക്കാനുള്ള മിനിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 45 വോൾട്ട് തുടങ്ങി 50 വോൾട്ട് ആ ഒരു റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ആ ഷോക്ക് അടിക്കാനുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നാൻ. അതും പല കണ്ടീഷനുണ്ട്.
12 വോൾട്ടേന്ന് നമുക്ക് തരിപ്പ് അനുഭവപ്പെടും. അത് പക്ഷേ വളരെ വെറ്റായിട്ടുള്ള കണ്ടീഷനാണ്. ഒരു നോർമൽ മനുഷ്യൻ, അതായത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന, അതായത് ഒത്തിരി ഡ്രൈ അല്ല ഒത്തിരി വെറ്റും അല്ലാത്ത ഒരു നോർമൽ കണ്ടീഷൻ മനുഷ്യനെ ഷോക്ക് അടിക്കുന്നത് ഏകദേശം ഒരു 45-നും 50 വോൾട്ടിനും ഇടയ്ക്കാന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ടെലിഫോൺ ലൈൻ, പണ്ടൊക്കെ ടെലിഫോൺ ലൈനിൽ നമ്മൾ 48 വോൾട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ തുടങ്ങുമ്പോൾ നല്ലൊരു തരിപ്പ് ഇടയ്ക്ക് കിട്ടാറില്ലേ? ടെലിഫോൺ റിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടിയ വോൾട്ടേജ് കിട്ടും. അതല്ലാതെ തന്നെ ഒരു ചെറിയൊരു തരിപ്പ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ബാറ്ററി നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് 48 വോൾട്ടിൻ്റെ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു മൈൽഡായിട്ടുള്ളൊരു ഷോക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനുഷ്യ ശരീരത്തിലൂടെ ഒരു 1 മില്ലി ആംപിയറെങ്കിലും കറണ്ട് ഫ്ലോ ചെയ്യിക്കാൻ പറ്റിയെങ്കിൽ അവിടെ ഒരു ചെറിയ ഷോക്ക് എന്ന് പറയുന്ന ഒരു സെൻസേഷൻ നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റർ എടുത്ത് നമ്മൾ ഫേസ് ലൈനെ കൊടുത്തിട്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ, അതായത് കൈ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ പുറകോട്ട്, നമ്മുടെ ഈ പുറത്തെ സ്കിൻ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി സെൻസിറ്റീവാണ്. തൊടുമ്പോൾ നമുക്ക് ചെറിയൊരു തരിപ്പ് അനുഭവപ്പെടും. അത് ഏകദേശം 1 മില്ലി ആംപിയറോ അല്ലെങ്കിൽ അത് താഴെയുള്ള കറണ്ട് ഫ്ലോ ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇക്കിളി എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു പ്രത്യേക നമ്മൾ ചിരിച്ചു പോകുന്ന ഒരു സെൻസേഷൻ ഉണ്ടാവും. അതൊരിക്കലും ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഷോക്കോ അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിക്കുന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന ഷോക്കല്ല, ഒരു മൈൽഡ് സെൻസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 1 മില്ലി ആംപിയർ കറണ്ട് ഫ്ലോ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്കിളി എടുക്കുന്ന ഫീല് തോന്നിയെങ്കിൽ ഒരു 5 മില്ലി ആംപിയറിലേക്ക് എത്തുക. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും അടുക്കളയിലെ ഹീറ്ററോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് വെള്ളം അവിടെ ഒഴുകിപ്പോയി, അത് ഫേസ് ലൈനുമായിട്ട് എങ്ങാനും ടച്ചായി, ചെറിയൊരു ലീക്ക്. അപ്പോൾ നിങ്ങൾ തൊട്ട് കഴിയുമ്പോഴേക്കും ഒരു മൈൽഡായിട്ടുള്ള ഷോക്ക്, അതായത് എന്താ പറയുക അത്ര ഇക്കിളി അല്ല, നിങ്ങൾക്ക് കുറച്ച് ഒരു സീരിയസ്നെസ് തോന്നുന്ന രീതിയിലുള്ള ഷോക്ക് ഉണ്ടാകുന്നത് ഏകദേശം 5 മില്ലി ആംപിയറാണ്. അത് പെയിൻഫുൾ ആയിരിക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഷോക്ക് അടിച്ചു എന്നുള്ള ഒരു സെൻസേഷൻ അതവിടെ ലഭിക്കും. ഇനി അടുത്തതായിട്ട് 10 തൊട്ട് 20 മില്ലി ആംപിയർ കറണ്ടാണ് നിങ്ങളുടെ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്യുന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അടി കിട്ടി, പെട്ടെന്ന് ഞാനത് കൈ എടുത്ത് മാറ്റി, പുറകോട്ട് മാറ്റി, അയ്യോ എന്തോ സംഭവിച്ചു, നമുക്ക് ഹാർട്ടൊക്കെ വല്ലാണ്ട് പമ്പ് ചെയ്യുന്നു, വേർക്കുന്നു, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും. ഉദാഹരണം പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ ചെരുപ്പിടാതെ ഫേസ് ലൈനെ കയറി പിടിക്കുവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഏകദേശം അത്രയും കറണ്ട് ഫ്ലോ നമ്മുടെ ശരീരത്തിലൂടെ ഉണ്ടാകുന്നത്. കുറച്ച് വേർതിരിക്കുകയാണ്, നമ്മൾ കുറച്ച് ടെൻഷനാണെങ്കിൽ തീർച്ചയായിട്ടും ബോഡിയുടെ റെസിസ്റ്റൻസ് വളരെയധികം കുറവായിരിക്കും. ഇനി നിങ്ങൾക്ക് 20 തൊട്ട് 50 മില്ലി ആംപിയർ കറണ്ടാണ് ശരീരത്തിലൂടെ ഒഴുകുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കാർഡിയാക് അറസ്റ്റിലേക്ക് വഴി നീങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് തന്നെ ഷോക്ക് അടിച്ച് തെറിച്ചു പോകാനുള്ളൊരു സാധ്യത ഉണ്ടാവും. നമുക്കത് വളരെ സിവിയർ ആയിട്ടുള്ള ഷോക്കായിട്ട് തന്നെ ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ, നമ്മൾ കുളിമുറി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങാനും നമ്മൾ ഹീറ്റർ പ്ലഗ് ഊരാൻ നേരത്ത് കൈ അതിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ഷോക്ക് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. ഇനി 50 തൊട്ട് 100 മില്ലി ആംപിയർ നിങ്ങളുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ മസിൽസ് എല്ലാം പെട്ടെന്ന് കൺട്രാക്ട് ചെയ്യും. നമുക്ക് ആ ഇലക്ട്രിക്കൽ ഷോക്ക് നൽകുന്ന സോഴ്സിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും. പെട്ടെന്ന് തന്നെ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി 100 മില്ലി ആംപിയറോ അതിന് മുകളിലേക്കുള്ള കറണ്ട് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഹൈ ടെൻഷൻ ലൈനിൽ നിന്നൊക്കെ ഷോക്ക് കേൾക്കുവാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള ബേൺസ്, അതായത് ദേഹത്തെ അകത്തെ മാംസമൊക്കെ പൊട്ടിത്തെറിച്ച് പോകാനുള്ള ചാൻസ്, അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ എന്താ പറയുക ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഡാമേജ് ആവാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തിനേറെ പറയണം, തൽക്ഷണം മരിച്ചു പോകും. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഒരു ഫാക്ടർ കൂടി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഷോക്ക് ഏൽക്കുന്ന തീവ്രത. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ശരീരഭാഗങ്ങൾ, പ്രത്യേകിച്ച് നഖങ്ങൾ, മുടി, അങ്ങനെയുള്ള പാർട്ടിലൊക്കെ മെഗാവോം റേഞ്ചിലായിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ്. പക്ഷേ ഇതൊക്കെ ഹൈ വോൾട്ടേജിലേക്ക് വരുമ്പോഴേക്കും അതിനൊന്നും ഒരു പ്രാധാന്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സാധാരണ മനുഷ്യൻ ഒരു നോർമൽ കണ്ടീഷനിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ 2 വിരൽത്തുമ്പിലും കണക്ട് ചെയ്തിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 80 തുടങ്ങി 120 കിലോ ഓം റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് കാണിക്കുക. അമർത്തി പിടിക്കും തോറും റെസിസ്റ്റൻസ് കുറയുന്നതായിട്ടും കാണും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കുറച്ച് നമ്മൾ വേർതിരിക്കുവാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ടെൻഷനായിട്ടിരിക്കുവാണ്, നമ്മുടെ ശരീരത്തിൽ ധാരാളം ജലാംശമുണ്ട്, ആ ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് കുറയും. അതായത് 10 കിലോമിൽ താഴെയാവുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 10 കിലോമീറ്റർ താഴെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ചെറിയ ഒരു വോൾട്ടേജ് ലെവൽ പോലും നമുക്ക് ഈ 5 മില്ലി ആംപിയർ കറണ്ട് ഫ്ലോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 24 വോൾട്ടിലൊക്കെ തൊടുവാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെറിയൊരു തരിപ്പ് അനുഭവപ്പെടും. ഇനിയും നന്നായിട്ട് നമ്മൾ വേർതിരിക്കുവാണ്, അല്ലെങ്കിൽ കുളി കഴിഞ്ഞുള്ള അവസ്ഥ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ബോഡിയുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ താഴെയായിരിക്കും. ഇനി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വൂൺസ് ഉണ്ടായി, മുറിവ്, അപ്പോൾ ഈ മുറിവ് ഉണ്ടായി കഴിയുമ്പോഴേക്കും വളരെ കുറഞ്ഞ ഓംസ്, അതായത് ഏകദേശം 900 ഓംസിലൊക്കെ താഴെ വരെ എത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബോഡിയിലെ ഇലക്ട്രോലൈറ്റുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധം വരുമ്പോൾ
സ്വാഭാവികമായിട്ടും ആ ഒരു റെസിസ്റ്റൻസിലേക്ക് നമ്മൾ താന്നു പോകും. അതുകൊണ്ടാണ് കയ്യിൽ ചെറിയ മുറിവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പോറലോ പറ്റിയെങ്കിൽ പോലും നമ്മൾ 12 വോൾട്ട് തൊടുമ്പോൾ ചിലപ്പോൾ തരിപ്പ് അനുഭവപ്പെടുന്നത്. കാരണം അതിന് ഒരു 1 to 2 മില്ലി ആംപിയർ അല്ലെങ്കിൽ 2 മില്ലി ആംപിയറിന് മുകളിൽ കറണ്ട് ഫ്ലോ ഉണ്ടാക്കാൻ അവിടെ സാധ്യതയുണ്ട്. ഒരു നോർമൽ കണ്ടീഷനിൽ, അതായത് ഒരു 80-100 കിലോമീറ്റർ ഇടയ്ക്കുള്ള ഒരു ബോഡി റെസിസ്റ്റൻസ് ആണെങ്കിൽ ഒരു 50 വോൾട്ട് തൊട്ട് നമുക്ക് മുകളിലേക്ക് കറണ്ട് അടിക്കുന്നത് നമുക്ക് നിസ്സംശയം പറയാം. ഇനി അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു ഫാക്ടറാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തൊലിപ്പുറം, അതായത് നമ്മുടെ ഇപ്പോൾ കൈപ്പത്തി ഈ ഒരു ഭാഗത്തെക്കാട്ടിലും കൂടുതൽ സെൻസിറ്റീവാണ് കൈയുടെ പുറവശം. ഇവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ വേർക്കുന്നുള്ളതുകൊണ്ട് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഇലക്ട്രിക് ലൈനിൽ നമ്മൾ ഷോക്ക് ഉണ്ടോ നോക്കാൻ പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ് അതിന്മേൽ തൊട്ട് നോക്കുന്നത്. തൊട്ട് നോക്കരുത്, ഒരിക്കലും അത് റെക്കമെൻഡഡ് അല്ല. പിന്നെ നമ്മൾ ടെസ്റ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ NCV ടൈപ്പ് മീറ്ററുകളുണ്ട്, നോൺ കോൺടാക്റ്റ് ആയിട്ട് അതിൻ്റെ പ്രോക്സിമിറ്റി മനസ്സിലാക്കാനുള്ള, അത് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അങ്ങനെ ഏതെങ്കിലും തൊട്ട് നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പോയെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ തൊടരുത്. ഇങ്ങനെ തൊടുമ്പോൾ ആ ലൈനിലേക്ക് നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്ത് പിടിച്ചിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, നമുക്ക് വിടാൻ പറ്റത്തില്ല. ആ സമയം ഇങ്ങനെയാണ് തൊടുന്നെങ്കിൽ നിങ്ങൾ ചുമ്മാ ടെസ്റ്റർ എടുത്ത് നോക്കിയാൽ മതി. ടെസ്റ്റർ എടുത്ത് നിങ്ങളെ പുറവശം, കൈയുടെ പുറവശം വെച്ച് ടച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പുറകോട്ട് വലിക്കും, ഇങ്ങോട്ട് വലിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാലും പെട്ടെന്ന് അത് ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെച്ചണം. അടുത്തതായിട്ട് AC-യിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നതാണോ DC-യിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നതാണോ കൂടുതൽ അപകടകാരി? ഇതിനെക്കുറിച്ച് പറയുമ്പം നമുക്ക് പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം. ഹൃദയം ഒരു റിതമിക്കായിട്ടുള്ള രീതിയിലാണ് സ്പന്ദിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും AC-യിൽ നിന്ന് ഷോക്ക് ഏൽക്കുമ്പോൾ ഒരു സെക്കൻഡിൽ 50 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളാരിറ്റി മാറും. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ പെട്ടെന്ന് ഡൗൺ ആവും, ഹൈ ആവും, വീണ്ടും ഡൗൺ ആവും, ഹൈ ആവും. ഇപ്പം ഇങ്ങനെ പൊളാരിറ്റി മാറുകയും 0-യിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഹൃദയത്തിൻ്റെ ആ ഒരു താളത്തിന് പെട്ടെന്ന് ഏറ്റുകുറച്ചിലുകൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിൻ്റെ ഇറഗുലാരിറ്റി അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ ഇറഗുലറായിട്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ മിടിക്കുമ്പോൾ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് AC-യിൽ നിന്ന് നിങ്ങൾക്ക് ഷോക്ക് ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയാഘാതം വന്ന് മരിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. ഇനി നിങ്ങൾക്ക് DC-യിൽ നിന്നാണ് ഷോക്ക് ഏൽക്കുന്നെങ്കിൽ മസിൽസ് കൺട്രാക്ട് ചെയ്യാനും പാരാലിസിസ് വന്നും ശ്വാസം മുട്ടിയും ഒക്കെ മരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ബേൺസ് അഥവാ പൊള്ളൽ DC-യിൽ വളരെയധികം കൂടുതലായിരിക്കും. കാരണം ഇവിടെ 0-യിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ കറണ്ട് പാത്ത് അവിടെ സൃഷ്ടിക്കുന്നുള്ളതുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ വളരെയധികം കൂടുതലായിരിക്കും. അതായത് ബ്ലഡിൻ്റെ അകത്തെ പല ലയിച്ചിരിക്കുന്ന ഘടകങ്ങളും വാതക രൂപത്തിൽ വരാനും ഒരു ബ്ലാസ്റ്റും ഒക്കെ വരാനുള്ള സാധ്യത ഹൈ വോൾട്ടേജ് DC-യിൽ വളരെയധികം ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് DC ഷോക്കേറ്റ് മരിക്കുമ്പോൾ മസിൽ കൺട്രാക്ഷൻ ഉണ്ടാകുന്നു, അതുപോലെ ബ്ലഡിൻ്റെ രാസഘടന മാറുന്നു, അതുപോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ പൊള്ളൽ, തീപ്പൊള്ളൽ പോലെ സമാനമായിട്ടുള്ള പൊള്ളൽ, അതും വളരെ സിവിയർ ആയിട്ടുള്ള രീതിയിൽ 3rd ഡിഗ്രി ബേൺസ് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രണ്ട് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. മരണം പെട്ടെന്ന് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും AC-യിലായിരിക്കും. കാരണം ഹാർട്ടിൽ ഈ പറയുന്ന ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. മറ്റേത് പൊള്ളിയാലും നമ്മൾ ഹാർട്ടിനെ അധികം ബാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഓർഗൻസിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹാർട്ട് ഒരു 30 സെക്കൻഡ് നിശ്ചലമായി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇനി അടുത്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം ഈ പറയുന്ന വലിയ ഇലക്ട്രിക്കൽ ഹൈ ടെൻഷൻ ലൈനുകളൊക്കെ പോകുമ്പോൾ ചിന്തിക്കാറുള്ള കാര്യമുണ്ട്, ഇതിൻ്റെ എത്ര അടുത്ത് നിന്നാൽ നമുക്ക് ഷോക്ക് ഏൽക്കും. നമ്മൾ കുറച്ച് പ്രായമായ ആൾക്കാരോടൊക്കെ അന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അയ്യോ അതിൻ്റെ അടുത്തൂടെ പോലും പോകാൻ പാടില്ല, അത് പോയി കഴിഞ്ഞാൽ നമ്മളെ വലിച്ചെടുത്ത് ഭസ്മമാക്കി കളയുമെന്ന് പറഞ്ഞ് കേട്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും ആ കഥകളൊക്കെ നമ്മൾ ഓർത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വസ്തുതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് കാന്തിക ശക്തിയോ അല്ലെങ്കിൽ നമ്മളെ വലിച്ചെടുക്കാനുള്ള പവറോ അല്ല ഉള്ളത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ 1000 വോൾട്ടിന് മുകളിലുള്ള അത് AC ആയിക്കോട്ടെ DC ആയിക്കോട്ടെ, ഇതിന് ഈ പറയുന്ന കണ്ടക്ഷൻ നടക്കാൻ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ചാലകത്തിൻ്റെ ആവശ്യം അവിടെ വേണ്ടി വരുന്നില്ല. ഇത് അന്തരീക്ഷത്തിലൂടെ ആർക്കുകൾ സൃഷ്ടിച്ച് ചാടാനൊരു ശ്രമം അവിടെ നടത്തും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരു ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് സ്പാർക്ക് പ്ലഗുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ലൈറ്റർ, ഇതൊക്കെ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ചാടിക്കളിക്കുക. അപ്പോൾ ഈ ഹൈ പ്രഷറിലുള്ള ഇലക്ട്രോണിക്സ് ഇങ്ങനെ ചാടിക്കളിക്കുമ്പോഴേക്കും ഈ എയർ അയണൈസ് ചെയ്ത് എയർ നല്ലൊരു കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊരു 220 kV ലൈനിൻ്റെ ഒരു 3 മീറ്റർ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കിംഗ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതായത് ഹൈ എനർജറ്റിക് ആയിട്ടുള്ള വലിയൊരു ആർക്ക്, ഒരു ഫ്ലാഷ് ഓവർ അവിടെ സൃഷ്ടിക്കും. അത് സൃഷ്ടിച്ച് എയർ അയണൈസ് ചെയ്ത് പൊള്ളി ചാമ്പലാക്കാനുള്ള ശക്തി അതിനുണ്ട്. അപ്പം നമ്മൾ ഓർക്കുക, അത് മാഗ്നറ്റിക് പവർ അല്ല ഉള്ളത്, പകരം ആർക്കിങ് അഥവാ ഫ്ലാഷ് ഓവർ ഉണ്ടായി നമ്മുടെ ശരീരത്തിലൂടെ അത് ഡിസ്ചാർജ് ചെയ്ത് ഒരു ഷോർട്ടസ്റ്റ് പാത്ത് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്.
ആ സമയത്ത് നിങ്ങൾ ഷൂ ഇട്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു രക്ഷയില്ല. അത് പറയാൻ കാര്യം, ഷൂ ഇട്ടെങ്കിൽ കൂടി ആ ഷൂവിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാൽപാദം ഉണ്ടല്ലോ, ഗ്രൗണ്ടും ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊരു കപ്പാസിറ്റർ പോലെ വർക്ക് ചെയ്ത് ഇത് കപ്പിൾ ചെയ്ത് എർത്ത് ചെയ്ത് പോകും. അപ്പോൾ അതുവരെ ഡേഞ്ചറസ് ആണ്, അത്രയും എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ് ആ ഒരു കാര്യം. അപ്പോൾ നമുക്കിതൊരു ഏകദേശം കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 11 kV എടുക്കുവാണെങ്കിൽ 0.3 തൊട്ട് 0.5 മീറ്റർ വരെ അപകടകരമാണ്. അല്ലെങ്കിൽ ആ ഒരു ചുറ്റളവിൽ ഉള്ള എയറിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരിക്കലും സമീപിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊക്സിമിറ്റിയിലേക്ക് പോകാൻ പാടില്ല. ഇനി 33 kV ആണെങ്കിൽ ഏകദേശം 1 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് നമ്മൾ മിനിമം അവിടെ കീപ്പ് ചെയ്യണം. ഇനി അതൊരു 66 kV ആണെങ്കിൽ ഏകദേശം ഒരു 1.5 മീറ്റർ. ഇനി 120 kV ആണെങ്കിൽ ഏകദേശം 2.5 മീറ്റർ. അതിനി 220 kV ആണെങ്കിൽ ഏകദേശം 3 to 4 മീറ്റർ മാറി നിൽക്കണം. ഇനി ഒരു 440 kV ലൈൻ ആണെങ്കിൽ ഏകദേശം 8 മീറ്ററെങ്കിലും മാറി നിൽക്കണം. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ള വീഡിയോകളാണ് ചില മന്ദബുദ്ധികൾ ട്രെയിനിൻ്റെ മണ്ട കയറി റീൽസ് എടുക്കാൻ വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് 25 kV ഉള്ള ആ ഹൈ ടെൻഷൻ ലൈനിൻ്റെ ഏകദേശം 1 മീറ്റർ അടുത്ത് എത്തണ്ട, ചിലപ്പം ഈ പറയുന്ന നനഞ്ഞ ഒരു കണ്ടീഷനാണെങ്കിൽ, അതായത് ഒരു മഴ പെയ്ത് കിടക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഫ്ലാഷ് ഓവർ അടിച്ച് കത്തി ചാമ്പലാകും, തല പൊട്ടിത്തെറിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് വരെ പോകുന്ന വീഡിയോസ് നമ്മളവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹൈ വോൾട്ടേജ് ലൈനിനെ ഒരല്പം മാറി ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി എപ്പോഴും കാണുക. ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ മനസ്സിലൊന്ന് സിമുലേറ്റ് ചെയ്താൽ മതി. അതായത് നിങ്ങളൊരു 220 kV ലൈനിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് നോക്കാം. നമ്മളൊരു 8 മീറ്റർ അല്ലെങ്കിൽ ഒരു 7 മീറ്റർ അകലത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു ബസ്സിങ് സൗണ്ട്, എന്നുള്ളൊരു സൗണ്ടില്ലേ, ആ ഒരു 50 ഹെർട്സിൻ്റെ ഹമ്മിങ് നിങ്ങൾക്ക് കേൾക്കാൻ തുടങ്ങും. ഇനി നിങ്ങൾ ഒരു 5 മീറ്റർ പരിധിയിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേക്കും, മുടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, ഷോക്ക് അടിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ. അപ്പം നമുക്ക് തൊടുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീല്, അതായത് എന്താ പറയുന്നത്, കൈ ഇങ്ങനെ തിരുമ്പുമ്പോൾ ഒരു സ്പാർക്ക് പോലെയോ അല്ലെങ്കിൽ ചെവിയിലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു അവസ്ഥയില്ല, അതുണ്ടാവും. അപ്പോൾ നിങ്ങൾ തൊട്ടടുത്തിട്ടുള്ള ഏതെങ്കിലും ലോഹത്തിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് സമീപമുള്ള സ്ഥലത്ത് സ്പർശിക്കാനായിട്ട് നോക്കുമ്പോൾ കയ്യിൽ നിന്ന് സ്പാർക്ക് ചാടിക്കളിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇനിയും കളിയല്ല, കുറച്ച് കാര്യമാണ്. 4 മീറ്ററിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തി, എപ്പോൾ വേണമെങ്കിലും ഒരു ഫ്ലാഷ് ഓവർ അവിടെ സംഭവിക്കാം. ഒരു 3.5 എത്തി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ദേഹത്തേക്ക് ഇടിമിന്നൽ പോലെ വളരെ ശക്തമായിട്ടുള്ള ആ ഒരു ആർക്കിങ് ഉണ്ടാവുന്നു. അപ്പം നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ കത്തിച്ചാമ്പലാവും. നല്ല റബ്ബർ ചെരുപ്പാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ ഇതിൽ നിന്ന് ഒരു ആർക്കിങ് ഉണ്ടാകുമ്പോൾ റബ്ബർ ചെരുപ്പൊക്കെ വെറും ഓട്ട വീണ് പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് 220 അല്ലെങ്കിൽ 440 kV ലൈനിൻ്റെ ഒക്കെ അടുത്തൂടെ നമ്മൾ ഈ ട്യൂബ് ലൈറ്റും ഫ്ലൂറസെൻ്റ് ട്യൂബ് ലൈറ്റും പിടിച്ച് വീശിക്കൊണ്ട് പോകുമ്പോൾ അത് കത്തുന്നത്. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന ഒരു സേഫ് ഡിസ്റ്റൻസ് ആണ്, വളരെ കുറഞ്ഞ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഷോക്ക് അടിക്കാത്തത്. പക്ഷേ ഈ പറയുന്ന ഒരു ലിമിറ്റിനപ്പുറം പോയി കഴിയുവാണെങ്കിൽ ട്യൂബ് കത്തുമല്ല, നമ്മൾ തന്നെ നിന്ന് കത്തും. ഇനിയും നമ്മൾ ഈ 220 kV ലൈന് ഒരു വലിയൊരു നദിയിലേക്ക് പൊട്ടി വീഴുക അല്ലെങ്കിൽ വലിയൊരു കായലിലേക്ക് പൊട്ടി വീഴുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് അതിൽ നോക്കാം. അപ്പോൾ ഓർക്കുക, ഇതൊരിക്കലും പ്രാക്ടിക്കലി അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നിമിഷങ്ങൾക്കകം, മില്ലി സെക്കൻഡുകൾക്കകം ട്രിപ്പ് ആവുന്ന സംവിധാനം, അത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിലും. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന അങ്ങനെ ഒന്നും ഭാവനയിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക, അത്രമാത്രം. അതായത് ഇവിടെ ട്രിപ്പിംഗ് മെക്കാനിസം ഒന്നും ഇല്ല, ജസ്റ്റ് 220 kV ലൈന് പൊട്ടി വലിയൊരു നദിയിലേക്ക് വീണു. ആദ്യം സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ വീണ ഒരു ഭാഗത്തെ ഏകദേശം 10-15 മീറ്ററോളം വളരെ ശക്തമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഫീൽഡ്, അതായത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് രൂപപ്പെടും. അപ്പോൾ അവിടെയുള്ള മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നീന്താൻ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം ഏകദേശം തീരുമാനമാവും. ഈ വെള്ളം ഏകദേശം ഒരു 10-15 മീറ്ററോളം കിടന്ന് തിളയ്ക്കാൻ തുടങ്ങും. കാരണം ഹൈ വോൾട്ടേജാണ്, ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും വേർതിരിച്ച് വളരെ ശക്തമായിട്ടുള്ള നീരാവി, ജെറ്റ് ഫ്ലോ വരെ അവിടെ ഉണ്ടാവും. വെള്ളം തിളയ്ക്കുന്ന രീതിയിലേക്ക് മാറും. ഇവിടെ നിന്ന് മാറി ഒരു കരയിൽ നിൽക്കുന്ന ഒരാൾ കാലിൽ ജസ്റ്റ് അകത്തി വെച്ച്, അതായത് കാലിങ്ങനെ അകത്തി വെച്ച് നടന്നു കഴിഞ്ഞാൽ അവർക്കും ഷോക്ക് ഏൽക്കും. ആ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് അവിടെ വളരെ കൂടുതലായിരിക്കും. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരു സന്ദർഭമായിരിക്കും. അതായത് ഇവിടെ മീൻപിടുത്തമോ അല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ കൈ മുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും പ്രാക്ടിക്കലി ഉണ്ടാകത്തില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ഭീമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. വൻ ശബ്ദത്തോടു കൂടി ജെറ്റ് ഫ്ലോ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. വെള്ളം ക്ഷണനേരം കൊണ്ട് തന്നെ തിളച്ചു മറിഞ്ഞ് ബാഷ്പീകരിക്കും. ഇനി അടുത്ത ഒരു ഫാക്റ്റാണ് ഷോക്ക് അടിപ്പിക്കുക. ഷോക്ക് അടിപ്പിച്ച് എന്താ പറയുക, മെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, കാർഡിയാക് അറസ്റ്റൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ചെസ്റ്റിൽ 2 ഇലക്ട്രോഡ് വെച്ച് ചാടി എണീപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷോക്ക് അടിപ്പിക്കുന്ന അത്ര ഭയാനകമാണോ? ഒരിക്കലുമല്ല.
അതൊക്കെ വളരെ നിയന്ത്രിതമായിട്ടുള്ള അളവിലുള്ള വളരെ ഷോർട്ട് ഇമ്പൾസുകളാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പൾസുകൾ. നമ്മൾ ഈ സിനിമയിലൊക്കെ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ, വായിക്കിടന്ന് ഒരേം പതയും വന്ന് കിടന്ന് പെടയുന്നതൊക്കെ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഏതാനും മില്ലി സെക്കൻഡിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള പൾസസ്, ഏകദേശം 750 തുടങ്ങി 1200 വോൾട്ട് വരെയുള്ള റിപ്പീറ്റഡ് പൾസസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹാർട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള ആ ഒരു പേസ് മേക്കറിൻ്റെ ഇടിപ്പ് നിന്ന് കഴിയുമ്പോഴേക്കും ഒരു ട്രിഗർ അവിടെ കൊടുക്കുന്നു. ആ ട്രിഗർ കിട്ടിക്കഴിഞ്ഞ് സ്റ്റാർട്ടായി കഴിയുമ്പോഴേക്കും പിന്നെ അതിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട പ്രത്യേകത, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആണ്. ഈ കൊടുക്കുന്ന ഷോക്കിൻ്റെ അളവ്, അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ ഫീഡ്ബാക്ക്, തിരിച്ച് കിട്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ആ ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. ഒരിക്കലും അനിയന്ത്രിതമായിട്ട് അവിടെ പോകുന്നില്ല. അടുത്ത രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇലക്ട്രിക് ലൈനിലേക്ക് നമ്മൾ യൂറിനേഷൻ ചെയ്യുവാണെങ്കിൽ, മൂത്രം ഒഴിക്കുകയാണെങ്കിൽ കറണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ടോ? അതിൻ്റെ ഉത്തരം നമ്മൾ 3DH സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായുള്ള കാര്യമാണ്. അതിൻ്റെ ഉത്തരം നമ്മൾ 3DH എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്, സോൾട്ട് വാട്ടർ ഈസ് മോർ ഹൈലി കണ്ടക്റ്റീവ് ദാൻ എ നോർമൽ വാട്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. 2, മൂത്രം ഒഴിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി, അതായത് നിങ്ങൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഷോർപ്പ് പറയാൻ പറ്റത്തില്ല. ഫ്ലോ കൂടുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാത്തായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. പിന്നെ എന്താ സംഭവിക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി മറ്റൊരു ഫാക്റ്റ് കൂടി പറയാം. നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് നാക്കത്ത് വയ്ക്കുവാണെങ്കിൽ ചെറിയൊരു തരിപ്പ് അല്ലെങ്കിൽ പുളി അനുഭവപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരം, നമ്മുടെ നാക്ക് ഹൈലി കണ്ടക്റ്റീവ് ആണ്. ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴേക്കും ചില കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കും. ഇതിൻ്റെ ഫലമായിട്ടാണ് ഒരു പുളിപ്പ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു പ്രത്യേക രീതിയിലുള്ള സെൻസേഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ നാക്ക് ഏറ്റവും സെൻസിറ്റീവാണ്, നെർവ് എൻഡിങ്സ് ഏറ്റവും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള വോൾട്ടേജ് വരും, 1.5 വോൾട്ട് പോലും അവിടെ പുളിപ്പുണ്ടാക്കും. പൊളാരിറ്റി വരെ കണ്ടുപിടിക്കുന്ന വീരന്മാരുണ്ട്, അതായത് പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാന്ന് ഇതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച്. അടുത്തതായിട്ട് നമ്മൾ ചില റിയാലിറ്റി ഷോയിലും മറ്റും കണ്ടിട്ടുള്ള സ്ഥിരം പരിപാടിയാണ് ഈ പറയുന്ന കൈ ഉപയോഗിച്ചിട്ട് ലൈറ്റ് കത്തിക്കുക, ഫ്യൂസിന് പകരം കൈ കടത്തി മോട്ടോർ പ്രവർത്തിപ്പിക്കുക. ഇങ്ങനെയുള്ള ഉടായ്പകൾ തീർച്ചയായിട്ടും ഒരിക്കലും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ് ഓംസ് റേഞ്ചിലല്ല. ഓംസ് റേഞ്ചിലേക്ക് വരുന്ന വളരെ അപൂർവം ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റേർണൽ വൂൺസ് ഒക്കെ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് ഒരു പെർഫെക്റ്റ് കണ്ടക്ടർ പോലെ വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഒരു 100-ന്റെ ബൾബോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു മോട്ടറോ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരിക്കലും കൈയുടെ ആ ഒരു കണ്ടക്ടിവിറ്റിക്ക് പറ്റത്തില്ല. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ, കൈ ആ ഫ്യൂസിൻ്റെ ഇടയ്ക്കലോ സ്വിച്ചിൻ്റെ ഇടയ്ക്കലോ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നാക്കിങ് തൊട്ട് കാണിക്കുന്ന പരിപാടിയൊക്കെ കാണിക്കുമല്ലോ, അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് ബോക്സ് കാണുമല്ലോ, ആ സ്വിച്ച് ബോക്സിൽ ഒരു റിലേയും അല്ലെങ്കിൽ ഒപ്റ്റോ കപ്ലർ ചേർന്നിട്ടുള്ള ഒരു സർക്യൂട്ടും കാണും. അപ്പോൾ ഇവിടെ അവിടെ തൊടുമ്പോൾ ഇവനെ എനർജൈസ് ചെയ്തിട്ട് രണ്ടും തമ്മിൽ നല്ല രീതിയിൽ ഐസൊലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ ലൈറ്റും ഫാനൊക്കെ കറക്കാനും കത്തിക്കാനൊക്കെ പറ്റുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഒരു ലൂസ് കണക്ഷൻ പോലെയല്ല അവിടെ വരുന്നത്. നമ്മൾ തൊടുമ്പോൾ തന്നെ സോളിഡ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ അതിൻ്റെ പിന്നിലുള്ള ഉടായ്പ എന്താണെന്നുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ഫാക്റ്റ് നോക്കാം. ഇടിമിന്നലിൽ നിന്നുള്ള ഷോക്ക് ഏൽക്കൽ അത് വളരെ വ്യാപകമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തുറസായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിന്നലൊക്കെ കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ യാതൊരു കാരണവശാലും ഉയരം കൂടിയ മരങ്ങളുടെ ചോട്ടിൽ നിർത്തിക്കരുത്. കാരണം അതൊരിക്കലും സേഫ് അല്ല. ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്താണ് അല്ലെങ്കിൽ ഉയരം കൂടിയ സ്ട്രക്ചറിലാണ് ആദ്യം ഇടിയേശുന്നത്. 2, നമ്മൾ നേരെ നിൽക്കരുത്. നേരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളും ഒരു ഹൈറ്റ്, ഒരു സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഭൂമിയുടെ പാരലായിട്ട് കിടക്കുക എന്നുള്ളത്. അതും ഒട്ടും നല്ലതല്ല. കാരണം കൂടുതൽ കോണ്ടാക്റ്റ്, ഗ്രൗണ്ട് കോണ്ടാക്റ്റ് വരും. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയി വേറെ മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിൽ ഒറ്റക്കാലയിൽ മുട്ട് മടക്കി, അതായത് മടക്കി ഏറ്റവും കുഞ്ഞതായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഒറ്റക്കാലയിൽ അത് ഏതെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൽ പുറത്ത് കയറി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ്. നമ്മൾ സ്ട്രക്ചറിൽ എത്രയും ചെറുതാവുന്നോ അത്രയും ഇടിയേശാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും. ഇനി റൂമിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജനലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ലോഹങ്ങൾ പാസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, പിന്നെ പൈപ്പുകൾ, വാട്ടർ ടാങ്കിൻ്റെ പൈപ്പുകൾ, ഇതിൻ്റെയൊക്കെ അടുത്തേക്ക് പോയി നിൽക്കാതിരിക്കുക. ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നത്. ഹൈ ടെൻഷൻ ലൈനുകളൊക്കെ പൊട്ടി നിലത്ത് വീഴുവാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ചു പോയെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതുവഴി കാലുകൾ അകത്തി നടക്കരുത്. അകത്തും തോറും കൂടുതൽ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ വരും. നിങ്ങൾക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോവുകയാണെങ്കിൽ കാലുകൾ അടുപ്പിച്ച് വെച്ചും സ്റ്റഡി ആയിട്ട് ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് നടക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റക്കാല, നിങ്ങൾ പണ്ട് അക്ക് കളിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, അക്ക് കളിക്കുന്ന പോലെ ഒറ്റക്കാല തത്തി തത്തി നടക്കുക. സേഫാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല, അതാണ് ഏറ്റവും സേഫ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ്
ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ നിന്ന് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതകൾ എങ്ങനെ കുറയ്ക്കാമെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് നല്ല രീതിയിലുള്ള എർത്തിങ് പലപ്പോഴും ഇലക്ട്രിക്കൽ ഷോക്കിനെ ബൈപ്പാസ് ചെയ്ത് വിടുക ചെയ്യുന്നത്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്റ്റിംഗ് പാത്ത് അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ലീക്ക് വരുമ്പോൾ തേപ്പൊട്ടി ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, അപ്പോൾ ഇതിൻ്റെ പുറംചട്ടയിൽ നിന്ന് എർത്തിലൂടെ അത് പ്രവഹിച്ച് പൊക്കോളും. വീട്ടിൽ RCCB ഉണ്ടെങ്കിൽ അത് ട്രിപ്പായി പോവുകയും ചെയ്യും. 2, ഇലക്ട്രിക്കൽ ഹീറ്ററുകൾ അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ നമ്മൾ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഹീറ്ററിൽ ഒന്ന് തൊട്ട് നോക്കിയുള്ള പരിപാടികളുണ്ടെങ്കിൽ അത് നിർത്തുക. 3, ഹൈ ടെൻഷൻ ലൈനിൻ്റെ ഒക്കെ അടുത്തൂടെ പോകുന്ന മരങ്ങൾ, അതിനകത്ത് ഇപ്പോൾ ചക്ക പറിക്കാനോ മാങ്ങ പറിക്കാനോ ഒക്കെ പോകുമ്പം ഇരുമ്പ് തോട്ടിയോ എന്തിന് തടി തോട്ടി പോലും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഒരു ലൈൻ അവിടെ പോകുന്നുണ്ടെങ്കിൽ, സാമീപ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ KCBയെ വിളിച്ചറിയിച്ച് അത് വെട്ടി മാറ്റി അല്ലെങ്കിൽ ആ ശിഖരങ്ങൾ മാറ്റിയതിന് ശേഷം മാത്രമേ അതിൽ ടച്ച് ചെയ്യുള്ളൂ. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന ഇരുമ്പ് തോട്ടികൾ 11 kVയിൽ അടുത്ത് വന്നിട്ടുള്ള ഷോക്ക് അടിച്ച് മരിച്ചിട്ടുള്ള ഇഷ്ടംപോലെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നേരിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ആടി ഉലഞ്ഞാൽ മതി മരം. ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ 1 മീറ്റർ പരിധി ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആർക്കിങ് സംഭവിച്ച് നമുക്ക് ഷോക്ക് ഏൽക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ വെൽ ഇൻസുലേറ്റഡ് ആയിരിക്കണം. നല്ല ഗ്രേഡ് കൂടിയ കയ്യുറകൾ, ചെരുപ്പുകൾ ഇട്ട് മാത്രം സ്വിച്ച് ഓഫ് ചെയ്ത്, വളരെ കപ്പാസിറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് സേഫായിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് മാത്രമേ നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ. ഇനി എങ്ങാനും ഒരാൾ വൈദ്യുതാഘാതം ഏറ്റ് ലൈവായിട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തെ പിടിച്ചു മാറ്റാനോ ഒന്നും ശ്രമിക്കരുത്. അതിന് പകരം ഉണങ്ങിയ കമ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് തള്ളി മാറ്റുക, അതാണ് അത് ചെയ്യേണ്ടത്. അതിനൊക്കെ മുമ്പ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. 2, ഹൃദയമെടുപ്പ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. നിന്ന് പോയിട്ടുണ്ടെങ്കിൽ CPR ചെയ്യുക, കൃത്രിമമായിട്ട് ശ്വാസോച്ഛ്വാസം കൊടുക്കുക. പിന്നെ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് തീപിടുത്തമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും നമ്മൾ വെള്ളം ഒഴിച്ച് കിടത്താൻ ശ്രമിക്കരുത്. അതിന് പ്രത്യേക തരത്തിലുള്ള പൗഡർ ബേസ് ചെയ്തിട്ടുള്ള അഗ്നി ശമന സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ഗ്യാസസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് അത് കിടത്താൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ വൈദ്യുതാഘാതത്തെ പറ്റിയുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലൊരു നല്ലൊരു ടെക്നിക്കൽ ടോക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.